എല്ലാവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിൽ പോകാനായിട്ടുള്ള റെഡി ആവലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നൊരു ദിവസത്തെ ഫുള്ളായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൺഡേ ദിവസം നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് സൺഡേ ആണെങ്കിലും കൂടി നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിയും. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോൻ്റെ കൂടി സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഉണ്ണീനെ നമ്മൾ റെഡിയാക്കിയിട്ട് അവനെ ഫസ്റ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് റെഡിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അല്ലെങ്കിൽ അവൻ ഉറക്കം എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ ആദ്യം റെഡിയാക്കി. അവൻ നല്ല ഉഷാറുള്ള നേരമായിരുന്നു. പിന്നെ കിച്ചണിൽ വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാവിലെ പള്ളിയിലേക്ക് പോയി വന്ന വശം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചിരിക്കണം. അപ്പോൾ പോയി വരുമ്പോഴത്തേക്ക് അതൊന്നും ചൂടാറല്ലോ. അപ്പോൾ അവർക്ക് വന്നിട്ട് കഴിക്കാനായിട്ട് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ അവർക്ക് കട്ടൻ കാപ്പി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകാറ്. കുറച്ചേ വേണ്ടു, അത് കുറേയൊന്നും ഒരു ഗ്ലാസ്സൊന്നും കൊടുക്കില്ല. കുറച്ചേ അവർക്ക് പേരിന് കഴിക്കാൻ വേണ്ടു. പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ബാക്കി പാല് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും ചൂടാറും അവർക്ക്. അപ്പോൾ ഞാനും മനേട്ടനും ഉണ്ണിയും പിന്നെ അക്കും കൂടിയിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ആൾ സച്ചു ഓൾറെഡി കാലുമ്മ പറ്റിയിരിക്കുന്ന കാരണം അവന് കാലത്ത് ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവന് കൂട്ടിന് മൂന്നാമത്തെ ആൾ ചിന്നുവിനെയും കൂടിയിട്ട് കൂട്ട് നിർത്തിയിട്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. പിന്നെ 4ാമത്തെ ആൾ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കണം. ഇന്നലെ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത് കാരണം അവളില്ല. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ബാക്കി നമ്മുടെ സൺഡേ റുട്ടീനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്കിവിടെ പള്ളിയിൽ രാവിലെ 7:30 കുർബാന കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരുള്ള കാരണം ഇപ്പോൾ കാർ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ 7:30 കുർബാന കഴിയാനായിട്ട് ഏകദേശം ഒരു 8:45 9 മണിയുടെ അടുത്തേക്ക് ആവും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കുർബാന തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി. ഞങ്ങളുടെ ഇടവകപ്പള്ളിയാണ് ഇത്. അപ്പോൾ കാറിൽ അത്ര ക്ലിയർ അല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്, കാരണം കാറ് കഴുകലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഗ്ലെയറും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിതിനയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവരെയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അവർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വന്നപ്പോൾ നോനിന് ഇത്തിരി വിശക്കണു അതിൻ്റെയൊക്കെ പേരിൽ കുറച്ചൊരു ഇഷ്ടക്കേടൊക്കെയായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാനൊക്കെ ഒന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടക്കേടൊക്കെയായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും അവൾ സച്ചുവിനെ കണ്ടപ്പോൾ സച്ചുവിനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ സച്ചുവിൻ്റെ കാലുമ്മത്തെ കണ്ടപ്പോൾ അത് നോക്കിയിട്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്കും നിതിന അമലയിലെ നേഴ്സാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ കാലുമ്മത്തെ അത് വെട്ടാതെ ഭയങ്കര തിരക്കായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ വെട്ടിത്തരാടാന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണ്ണിക്ക് ഫീഡിംഗ് ഒക്കെ കൊടുത്ത് ഉണ്ണീനെ ഉറക്കി എടുത്തതിന് ശേഷം ഞാൻ എൻ്റേതായ ജോലികളിലേക്ക് കടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഓൾറെഡി തുണി തിരിഞ്ഞ് കഴിഞ്ഞ് എടുക്കുന്നുണ്ടായിരുന്നു, അതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ സൺഡേ ആകുമ്പോൾ നമുക്കൊരു ലാഗിൽ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അന്ന് ഈസി പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡും ജാമുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കത് ഇഷ്ടമാണ്, കുട്ടികൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതും അങ്ങോട്ട് അവസാനിപ്പിച്ചു. കാരണം ഞങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ തന്നെ മനേൻ്റെ പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ പപ്പ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. പപ്പ അക്കുവിനെയും ചിന്നുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വേറൊരു പറമ്പുണ്ട്, അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ മനേട്ടനെ അന്വേഷിച്ച് വന്ന സത്യത്തിൽ മനേട്ടൻ പെട്ടെന്ന് മീറ്റിങ്ങിന് പോകേണ്ടി വന്ന കാരണം മനേട്ടൻ ഉണ്ടായില്ല. അപ്പോൾ പപ്പ അവരെയും കൂട്ടിയിട്ട് പറമ്പിലേക്ക് പോയിരിക്കട്ടെ. അപ്പോൾ ഞാനിനി അവരൊക്കെ പോയല്ലോ, മനേട്ടനില്ല, ചെറിയ ആളില്ല, അക്കും ചിന്നു ആണെങ്കിൽ പപ്പയുടെ കൂടെ പോയി. ആ ഒരു ഒഴിവിൽ ഞാനും സച്ചും ചെറിയ ഉണ്ണിയും മാത്രമല്ല. ഉണ്ണി ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് കാലം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തോടെ നമ്മളെ തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ മാമോദിസ പ്രമാണിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിട്ട് ഞാൻ ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ അവരൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കിക്കാം. ഈ മാത്രമല്ല നിറയെ പൊടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ഭാഗം എന്ന് പറയുന്നത് മണ്ണിട്ട റോഡാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് പൊടി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് പൊടി നിറഞ്ഞിരിക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് അത് ക്ലീൻ ചെയ്തെടുക്കലായിരുന്നു വലിയൊരു ജോലി തന്നെയായിരുന്നു അത്. കാരണം അതിലത്തെ ഒരു ഡോറിന് ചില്ലില്ല. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വയ്ക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇവിടെ പൂരം നടക്കണം, 3 ദിവസത്തെ പൂരമാണ്. അപ്പോൾ തൊട്ട് മുന്നിലത്തെ വീട്ടിലെ കുട്ടി പൂരത്തിൻ്റെ പലഹാരങ്ങൾ കൊണ്ടുവന്നതൊന്ന് പോയതാണ് കേട്ടോ ആ ഭാഗം കണ്ടത്. അത് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉണ്ണി ഉറക്കം തന്നെയാണ്, അവനെ എണീറ്റിട്ടില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ ചോറ് വെച്ചു, നോമ്പായ കാരണം ഒരു പരിപ്പ് കറി, അങ്ങനെ പിന്നെ ഒരു പപ്പടം കാച്ചി, അങ്ങനെയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുക ചെയ്തത്. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് നോനു വീണ്ടും ആൾ വെയിലത്ത് ചെടിയിൽ
വെള്ളമൊഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഒരു ജനല തുറന്ന് അടുക്കളയിലത്തെ ജനല തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രസന്നേച്ചിയുടെ വീട്ടുകാരെ കാണാൻ പറ്റും. അതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഹാളിലെ ജനല തുറന്നു കഴിഞ്ഞാൽ അന്തേച്ചിനെ കാണും. അപ്പോൾ അന്തേച്ചിയുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അന്തേച്ചി ഇല്ലാത്ത കാരണം ആ ഭാഗം ഭയങ്കരമായിട്ട് ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്ന സ്ഥലങ്ങളൊക്കെയാണ് സത്യത്തിൽ. ഞങ്ങളുടെ ജനലയുടെ കൂടെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്തേച്ചിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കറികളായാലൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് ആ ഭാഗം ഞങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രസന്നേച്ചിയുടെ അവിടെ നോന് ഞങ്ങളുടെ ജനലയുടെ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്ത് അവളായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ വന്നിട്ട് അവളുടെ മെയിൻ ചങ്ക് ഇല്ല. അതായത് ഞങ്ങളുടെ 4ാമത്തെ ആൾ മിന്നുവാണ്. മിന്നു പോയിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അത് കാരണം അവൾക്ക് ചങ്ക് ഇല്ലാത്ത കാരണം അവൾ ഒറ്റയ്ക്ക് നിന്ന് ബോറടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് ഈ കാട്ടി കൂട്ടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ കാരണം ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് കാലത്തായ തുടങ്ങും വീടിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ ഒന്നെങ്കിൽ മിന്നു നോനിൻ്റെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ നോനും അവിടെ വാതിൽ തുറക്കുന്നത് നോക്കി നിൽക്കും അവിടെ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില നേരത്തെ ഇവർ തമ്മിൽ ഭയങ്കര അലമ്പാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് കാലം തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് കാലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു നോമ്പ് കാലത്തിൻ്റെതായ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള എവിടേക്കെങ്കിലും നമ്മൾ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം. അപ്പം അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരൂരാണ് സ്ഥലം. തിരൂർ അമ്പലത്തിലെ 3 ദിവസത്തെ പൂരാണ് ശരിക്കും. അത് 3 ദേശക്കാരുടെ പൂരാണ്. അപ്പോൾ അതിൻ്റെ പന്തലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചത്തെ പൂരം കഴിഞ്ഞിട്ടുള്ള ആനകൾ ഈ അമ്പലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി കുട്ടികൾ ഒക്കെ ആയിട്ട് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിലിരുന്ന് അവർ ഫ്രീ ആയിട്ട് സംസാരിക്കും. അപ്പോൾ ചിന്നുൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ എല്ലാ ഭാഗമൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് എത്തുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പോയിരിക്കുന്നത് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ചാണ്. അത് ഷെയിൻസ്റ്റാട്ട്സ് അച്ഛന്മാരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് 2 പള്ളികളുണ്ട്. അതായത് ഉള്ളിലൊരു പള്ളിയുണ്ട്, പുറത്തൊരു പള്ളിയുണ്ട്. ഭയങ്കര സൈലൻ്റ് ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ സിയോൺ ഫാദേഴ്സിൻ്റെ സിയോൺ എന്നാണ് സെൻറ്ററാണത്, സിയോൺ സെൻറ്റർ എന്നാണ് പറയുക. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ ഒരു കുരിശിൻ്റെ വഴിയൊക്കെ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോരണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ മക്കളിലേക്ക് ഈ ഒരു നോമ്പ് കാലത്തിൻ്റേതായിട്ടുള്ള എന്തിനാണ് അതിൻ്റെ ഒരു ഭാഗം അവരെ ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഫാമിലീനെ കണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു മുന്തിരി തോട്ടം ഉണ്ടായിരുന്നു, കുഞ്ഞൊരു മുന്തിരി പന്തലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുണ്ടായ മുന്തിരിയാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായി തോന്നി. അപ്പോൾ ഞങ്ങളത് എടുത്തു. ഇതാണ് അവിടുത്തെ പള്ളി, മെയിൻ പള്ളി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു കുഞ്ഞിത് പുറം രാജ്യത്തിൽ ജർമ്മൻ സ്റ്റൈലിലൊക്കെ പണിതിട്ടുള്ളതാണ്. ഇവിടെ കുറേ കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കോളേജ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് പള്ളിയുടെ അകമാണ് കേട്ടോ. ഇവിടെ പ്രസാദവരനാഥ എന്ന് പറഞ്ഞിട്ടുള്ള മാതാവിൻ്റെ പല പേരുകളുണ്ടല്ലോ, അതിൽ പ്രസാദവരനാഥ എന്ന് പറയുന്ന മാതാവിൻ്റെ രൂപം വെച്ചിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര കുഞ്ഞേതായിട്ടും ഒപ്പം തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ സൺഡേയ്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ ഒന്ന് വന്ന് ഒരു കുറച്ച് നേരം നമ്മുടേതായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് തനിച്ചൊന്ന് പോയിരുന്ന് നമ്മുടെ ഫീലിങ്സൊക്കെ ഒന്ന് പറയാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് പോയിരിക്കാൻ പറ്റുക. ഞങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ പറയുന്നൊരു കാര്യമുണ്ട്, വീടിനോട് അടുത്തൊരു ആശ്രമമുണ്ട്, അവിടെയായിരുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ പോയിരിക്കാറുണ്ടെന്ന്. ശരിക്കും അതിൽ നിന്ന് കിട്ടുന്ന കുറേ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ, അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമായിട്ട് നമ്മൾ ഓടിപ്പോയി പോരാനായിട്ട് പോകരുത്. ചെന്ന് കുറച്ച് നേരം ആ ഒരു നല്ലൊരു ഭംഗി, നല്ലൊരു പച്ചപ്പും എല്ലാം ഉള്ള, എന്നാൽ പള്ളിയാണെങ്കിൽ നല്ലൊരു കുഞ്ഞു ഒതുങ്ങി വലിയ വിസ്താരങ്ങൾ വലിയ കാട്ടിക്കൂട്ടലുകളൊന്നും ഇല്ലാത്ത നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഭാഗത്ത് കുറച്ച് പിള്ളേർ പന്തുകളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒക്കെ കൂടെ പോയിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവരുടെ കൂടെ ആയിരുന്നു അവരോട് കൂടി സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി, അതായത് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ബന്ധുക്കളെ ചേർത്ത് പിടിക്കുക, നമ്മുടെ അയൽവക്കക്കാരൊക്കെ ചേർത്ത് പിടിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ പോയിരുന്നു. ഇതിൽ മിന്നു മാത്രം ഇല്ല കേട്ടോ, സച്ചു പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിരുന്ന് കുറച്ച് നേരം അവരുടെ കൂടെ, അവർക്കും അത് സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞത്
അതായത് ഉണ്ണിയുടെ മാമോദിസം കഴിഞ്ഞിട്ട് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇവിടേക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ കൂടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 3-3:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണി 5:30 വരെയുള്ള നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചു കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കലും അത് കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ ഇരുന്നപ്പോൾ അവരുടെ കളികളും അവിടെ പന്ത് കളിക്കുന്നതും. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരു ചെറിയൊരു പ്ലാവിൽ ചക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അധികം ഹൈറ്റ് ഒന്നും വരാം. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരാണ്, ഇന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നോക്കുന്നത് സ്ഥലത്തേക്കെല്ലാം മനട്ടം പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്ററിൻ്റെ പേര്, സിയോൺ സെൻറ്റർ എന്നാണ് പറയുന്നത്, കുറ്റൂരാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് എൻ്റെ മമ്മിയുടെ വീട്ടിലേക്ക് വന്നിരിക്കട്ടെ. എൻ്റെ ഗ്രാൻഡ് പാരൻ്റാണ് ഈ മമ്മിയുടെ അപ്പനാണ് കേട്ടോ. അപ്പം മാത്രമേ ഇപ്പം ഇനി ബാലൻസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മരിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ അപ്പനും അമ്മയും മരിച്ചു. മനേൻ്റെ വീട്ടിലാണെങ്കിലും അപ്പാപ്പനും അമ്മയൊക്കെ മരിച്ചു. അപ്പോൾ ഈ അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പാപ്പന് ഇതുവരെ ഉണ്ണീനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഉണ്ണീനെയും കൊണ്ട് അപ്പാപ്പനെ കാണിക്കാൻ വന്നിട്ട് അപ്പാപ്പനെ ഭയങ്കര സന്തോഷമായി. അവനെ കണ്ടപ്പോൾ വേഗം വന്ന് എനിക്ക് അപ്പോൾ എടുക്കുമെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പാപ്പന് പറ്റുമെന്ന്. പക്ഷേ അപ്പാപ്പൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് എടുത്താട്ടോ. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പിടിച്ചോ, എനിക്ക് കുറേ നേരം എടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് എനിക്ക് തന്നു കേട്ടോ. പക്ഷെ കൊണ്ട് ചെന്നപ്പോൾ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പാപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്ക് അവരെ കൊണ്ട് വന്നോളൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് 10-95 വയസ്സിൻ്റെ അടുത്തേക്ക് ഉണ്ട് ഏകദേശം. എന്നാലും അപ്പോൾ അവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ വീട്ടിൽ ഫുള്ള് എൻ്റെ ഉൾപ്പെടെ ഞങ്ങളുടെ ഉൾപ്പെടെ ബാക്കി എല്ലാ പേരക്കുട്ടികളുടെയും ഫോട്ടോസ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചുമരുമ്പോൾ മൊത്തം എല്ലാവരുടെയും കല്യാണം കഴിയുമ്പോൾ ഓരോരുത്തരുടെ എടുത്ത് വയ്ക്കുക അപ്പാപ്പൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാപ്പൻ കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഈ ഓടിപ്പോകുന്നത് എവിടേക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? മിഠായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ എപ്പോൾ ചെന്നാലും അവർക്കൊരു മിഠായി എടുത്ത് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അവന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ മാനാട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക, വേണ്ട കൊടുക്കണ്ട, അവർക്ക് മിഠായി കുറേ കഴിച്ച് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ അങ്കിൾമാരുടെ വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ മാറി മാറി ഓരോ വീട്ടിലും കയറി ഇറങ്ങി അത്യാവശ്യം നേരെ. അപ്പോൾ അപ്പോഴത്തേക്കും ഉണ്ണി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് ഞങ്ങളുടെ പോയത്. അതായത് സൺഡേ എന്ന് പറയുന്ന ദിവസം നമ്മളിങ്ങനെ, അതായത് കുറച്ച് നേരം പ്രാർത്ഥിക്കാനും അതുപോലെ നമുക്ക് പ്രായമായവർ, നമ്മുടെ മുതിർന്നവർ, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് അത് കുട്ടികളിലേക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ്സ് അയക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.